ഖത്തറിലേക്ക് പോകാം. ഖത്തറിൽ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന് വേണ്ടി ചാരവൃത്തി നടത്തിയ 10 പേർ അറസ്റ്റിൽ. 7 പേർ സൈനികാടിസ്ഥാന സൗകര്യങ്ങൾ ചോർത്താനും 3 പേർ ഡ്രോൺ ഉപയോഗത്തിൽ പരിശീലനം നേടിയവരുമാണ്. ഇവർ കുറ്റം സമ്മതിച്ചെന്ന് അധികൃതർ അറിയിച്ചു. അബ്ബാസ്, ഖത്തറിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് പുറത്തു വരുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് IRGCക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയ 10 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. അബ്ബാസ് മുഹമ്മദ് വിശദാംശങ്ങൾ നൽകും. അബ്ബാസ്, ഇത് സംബന്ധിച്ച് ഒരു ഔദ്യോഗിക വിശദീകരണമാണോ ഖത്തർ നൽകുന്നത്? സൈഫു, ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ? ഈ IRGCക്ക് വേണ്ടി അവിടെ ചാരവൃത്തി നടത്തിയെന്ന വാർത്തയിൽ ഔദ്യോഗിക വിശദീകരണം ഏത് രീതിയിലാണ് ഖത്തർ സർക്കാർ നൽകുന്നത്? സൈഫുദ്ദീൻ, ഇന്ന് രാവിലെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിശദീകരണം അധികൃതർ നൽകുന്നത്. അഥവാ 2 സെല്ലുകളായിട്ടുള്ള ഇറാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്ന 2 സെല്ലുകൾ ബസ്റ്റ് ചെയ്തു എന്നുള്ളതായിരുന്നു വാർത്തയുണ്ടായിരുന്നത്. അതിൽ 7 പേർ, ആകെ 10 പേരാണ് ഇതിൽ അറസ്റ്റിലായത്. അതിൽ ഒരു കൂട്ടം ആളുകൾ പ്രധാനപ്പെട്ട ഇവിടുത്തെ സൈനിക വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ചോർത്തുന്ന അതുമായി ബന്ധപ്പെട്ട ആളുകളായിരുന്നു എന്നുള്ളതാണ് ഇവർ നൽകുന്ന വിശദീകരണക്കുറിപ്പ്. മറ്റൊരു സംഘത്തെയും ഇതുമായി ബന്ധപ്പെട്ട് ചാരവൃത്തി തന്നെ നടത്തിയെന്ന ആരോപണത്തിൽ മറ്റൊരു സംഘത്തെയും പിടികൂടുകയുണ്ടായി. ഇങ്ങനെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് എന്നാണ് പ്രതിരോധ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഏതായാലും വളരെ ഈ ഒരു കലുഷമായ സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും ഇറാന്റെ ആക്രമണം ഖത്തറിനെ ലക്ഷ്യമാക്കി നടക്കുന്നൊരു വേളയിൽ തന്നെയാണ് ഈ അറസ്റ്റ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതാണ് ഒഫീഷ്യലായിട്ട് നൽകുന്ന വിവരമുള്ളത്. സൈഫുദ്ദീൻ.